ഹലോ കൂട്ടുകാരെ, അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണെന്നറിയോ, കുറേ ദിവസമായി നമ്മൾ വീഡിയോ എടുക്കണം എന്നിങ്ങനെ വിചാരിക്കണം. അതായത് ഈ ഷോർട്സൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടൊന്നും വലിയ കാര്യമില്ല. 1K അല്ലെങ്കിൽ 1.5K 2K ഒക്കെ അടിച്ചിട്ട് എന്താ കാര്യം? എന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ലോങ് വീഡിയോയിലേക്ക് നമുക്ക് സ്ഥിരമായിട്ട് ലോങ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ അതിങ്ങനെ ലോങ് വീഡിയോ കുറച്ച് മെനക്കടല്ലേ. അപ്പോൾ പിന്നെ അതിന് കുറച്ച് സമയം എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു. നെഗറ്റീവ് അടിക്കും കുറേ, എന്നിട്ടിപ്പോൾ എന്താ കാര്യം? പിന്നെ പോസിറ്റീവായിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടായാലോ കുറേ കഴിഞ്ഞാൽ അങ്ങനെയും. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്ന് ലോങ് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ലോങ് വീഡിയോ എടുത്താൽ പിന്നെ അത്ര വ്യൂസൊന്നുമില്ല, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ വേണ്ടാന്ന് വിചാരിക്കാനുള്ളൊരു കാരണം. പിന്നെ എന്താ വെച്ചാൽ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ മാത്സിൽ പറയുന്ന പോലെ മൈനസും പ്ലസും ലാസ്റ്റ് മൈനസ് തന്നെ അല്ലേ ജയിക്കുക. അതുപോലെ ഇങ്ങനത്തെ കാര്യം കേട്ടോ. ഞാൻ ചായ കുടിക്കട്ടോ, അതങ്ങനെ സാധിക്കാൻ നോക്കണേ. രാവിലെ കുട്ടികളൊക്കെ പോയിട്ട് പിന്നെ നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം, ഫ്രീ അല്ല, പണികളൊന്നും ഒരുങ്ങിയിട്ടില്ല, എന്നാലും കുറച്ച് നേരം ചിലപ്പോൾ ഈ ഒരു നേരത്താവും അച്ഛനെ വിളിക്കുക, അതേപോലെ ചേച്ചി വിളിക്കും, അങ്ങനെയൊക്കെ ചായ കുടിക്കുന്ന ഒരു സമയത്താട്ടോ. 10-10:30 ഇപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളിങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പം ഒന്ന് കഴിക്കാൻ എന്താണെന്ന് നോക്കാം. എന്താട്ടോ, ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ്, ഈ ഒരു സമയത്താണോ ചായ കുടിക്കുക, അതോ നേരത്തെ കഴിക്കുക? ശരിക്കും നേരത്തെ ചായ കുടിക്കണമല്ലേ. ശരിക്കും 9 മണിയൊക്കെ 9 മണിക്ക് ആകുമ്പോഴേക്കും എന്തായാലും രാവിലത്തെ ചായ കഴിക്കണം എന്നാണ് പറയുക. ചായ അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നാണ് പറയുക. ചായ കുടിക്കണം അത്ര നല്ല കാര്യമൊന്നുമല്ല എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ നോക്കിയിട്ട് ചായ ഈ നേരം വരെ പിടിച്ചിട്ടുണ്ട് ചായ വേണ്ട. 2 ചായ കഴിഞ്ഞു 3-ാമത്തെ. എന്താ ചെയ്യുക, ചായ കുടിക്കണ്ടെന്ന് വിചാരിക്കും തോറും ഞാൻ ചായയുടെ അഡിക്റ്റായി മാറി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതേപോലെ അങ്ങനെ ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന എന്നെപ്പോലുള്ള വീട്ടമ്മമാരൊക്കെ അങ്ങനെ ഉള്ളേ പ്രതിപക്ഷം അങ്ങനെ തന്നെയാവും. കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടാവും ചായ കുടിക്കാൻ ഇരിക്കുക അല്ലേ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല വിശപ്പുണ്ടതുകൊണ്ട് ശരിക്കും പറയും കൂടിയാണ് ചെയ്യുന്നത്. ഇവിടെ നല്ല മഴയാണ്. പറയുന്നത് എത്ര ക്ലിയർ ഉണ്ടാവും എന്നൊക്കെ അറിയില്ല. നല്ല മഴയുണ്ട്. നമുക്ക് മൈക്കൊന്നും വാങ്ങിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് സൗണ്ട് അത്ര ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. വിചാരിച്ചു ഇനി വോയിസ് ഓവർ കൊടുക്കണമെങ്കിലും ഒരു സമയത്ത് അതിന് വേണ്ടിയിട്ട് ഇരിക്കണ്ടേ. അപ്പോൾ നേരിട്ടിങ്ങനെ സംസാരിക്കും, വീഡിയോ എടുക്കും കൂടി ആവാമെന്ന് വിചാരിച്ചു. എന്തൊക്കെ പറയാമെന്ന് അറിയില്ല, അങ്ങനെ നോക്കാം. എന്തായാലും നമ്മൾ കുറേ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കുക്കിങ്ങിൻ്റെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാം. അത്ര വലിയ കുക്കിങ്ങൊന്നും അറിയില്ല, എന്നാലും അറിയുന്ന കാര്യങ്ങൾ പറയാത്തവർക്ക് വേണ്ടിയിട്ട് അതൊരു ഉപകാരം. പിന്നെ നമുക്കൊരു വീഡിയോ ആയി അത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം കുട്ടികൾ പറയും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പൂരി മതിയെന്ന്. അപ്പം അങ്ങനെ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പൂരി കൊടുത്തയച്ചു. അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിട്ടേ ഉള്ളൂ, ഇനി വേണം ബാക്കിയുള്ള പരിപാടി. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ച് തുടങ്ങുകയാണ്. അപ്പം ഒന്ന് മത്തൻ്റെ ഇല അത് വെക്കാൻ ഇഷ്ടമാണ് കറി. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചായ കുടിക്കട്ടെ. ചായ ചൂടാറും, മഴയല്ലേ, മഴയത്ത് വേഗം ആവി പറക്കുന്ന ചായയാണ്, പക്ഷെ എന്നാലും വേഗം ചൂടാറും. ഇതുണ്ടാവും മത്തൻ്റെ ഇല. ഇതിങ്ങനെ മത്തൻ ഉണ്ടാവുന്നുണ്ട്, കായ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ചെറുതാവുമ്പോൾ തന്നെ ഇങ്ങനെ കൊഴിഞ്ഞ് പോവാണ്, പഴുത്തിട്ട് പോവുക. അപ്പോൾ നല്ല ഇല നോക്കിയിട്ടെടുക്കട്ടെ. കുറേയൊക്കെ ഇങ്ങനെ നല്ല മൂത്ത് പഴുത്തല്ലായിരുന്നു, നല്ലത് നോക്കിയിട്ടെടുക്കട്ടെ. ഇതുണ്ടോ, കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കായ്ക്കണമൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ പഴുത്ത് പോവാണ് കേട്ടോ. പഴുത്തിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു വീഴുക. മത്തൻ കുട്ടികൾ എന്ത് കേടാന്നറിയില്ല. പറയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, ഇതിനെന്താ പരിഹാരം എന്ന് അറിയുന്നവർ കേട്ടോ. പുഴുണ്ട്.
കണ്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇല കിട്ടിയ ഒന്നിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് നോക്കണം കേട്ടോ. കാരണം എട്ടുകാലിയുടെ വലയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചെറിയ എട്ടുകാലി കുട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇതൊന്നും അധികം കേടില്ല. അപ്പം നല്ല വൃത്തിയുള്ള ഇല നോക്കിയിട്ട് തന്നെ എടുക്കുന്നത്. അപ്പം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്ര ചളിയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം മഴയില്ലായിരുന്നു. രാവിലെ ഇപ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ പോയി. അപ്പോൾ ഇലയിലൊക്കെ അങ്ങനെ ചളിയൊന്നും ഉണ്ടാകുന്നില്ല. എന്നാലും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പിച്ചി കൊടുക്കുക. ഇങ്ങനെ പിച്ചെടുക്കണ്ടേ. ഇതൊക്കെ അറിയാത്തവർക്ക് പറ്റി പറയട്ടോ. അറിയണവർക്ക് വിചാരിക്കും ഇതൊക്കെ ഇപ്പം എന്താ പറയാത്തതെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കേണ്ട. അത് അറിയാത്തവർക്ക് അങ്ങനെ പറയാമെന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ മത്തൻ്റെ ഇല എല്ലാവർക്കും നല്ല ഇഷ്ടം തന്നെ കേട്ടോ. പിന്നെ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഈ മത്തൻ്റെ ഇലയൊക്കെ കഴിച്ച് നല്ല ശീലമല്ല. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ മത്തൻ്റെ ഇല. മത്തനും നല്ല ഇഷ്ടമാണ്, മത്തങ്ങയും നല്ല ഇഷ്ടമാണ്. അതേപോലെ മത്തൻ്റെ ഇലയും. ആദ്യമായിട്ട് ഇത് കണ്ടാൽ പറയും ഇനി മത്തൻ്റെ ഇല മത്തൻ്റെ ഇല ഉണ്ടെങ്കിൽ വല്ല ഉണക്കമീൻ ഉണ്ടെങ്കിൽ നല്ല കോംബോ ആയിരുന്നു എന്ന് പറയും. ഇനിയിപ്പോൾ കർക്കിടക മാസമല്ലേ, അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി മീനൊക്കെ മേടിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ മേടിച്ചിട്ടില്ല. എത്ര ദിവസം മുഴുവനായിട്ട് നേരാക്കി കഴിഞ്ഞു കേട്ടോ. മുരിങ്ങയുടെ പോലെ ഇത് വാടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ മഴയൊക്കെ കഴിഞ്ഞിട്ട് നല്ല മാനം തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പാട്ടിൽ പറയണ പോലെ മഴ പെയ്ത് മാനം തെളിഞ്ഞു. അപ്പോൾ ഇനി നമുക്കൊന്ന് തൊടിയിലേക്ക് അങ്ങോട്ട് കയറണം. ചീനമുളക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഈ മത്തൻ്റെ ഇല താളിപ്പിൽ ഈ ചീനമുളക് കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആവും. എരിവിന് പച്ചമുളകിനേക്കാൾ ഈ ചീനമുളകാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാവും. അപ്പോൾ ഒന്ന് കയറട്ടെ. ചിലതൊക്കെ ഇതാ, ചില മുളകൊക്കെ ഇതാ പഴുത്തുന്നു. അപ്പോൾ ഇതാ ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുഴുവൻ വറുത്തിട്ടില്ല, അതിൽ ഇനി മൂക്കുണ്ട്. അപ്പോൾ ഇതാ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല മട്ടരിയാണ് കേട്ടോ. അപ്പോൾ ചോറ് വറക്കട്ടെ. ഈ കഞ്ഞിവെള്ളത്തിലാണ് നമ്മൾ മത്തൻ്റെ ഇല തിളപ്പിക്കുന്നത്. മത്തൻ്റെ ഇല താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ചീനമുളക് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചതച്ച് കൊടുക്കട്ടെ. ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കൈ ഇപ്പം തന്നെ നേറിൽ തുടങ്ങി. ചീനമുളക് നല്ല എരിവ കേട്ടോ. വേഗം പോയിട്ട് കൈ കഴുകട്ടെ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ചട്ടിയിലുള്ള പൊടിയൊക്കെ തീ ഇങ്ങനെ അടുപ്പിൽ ഊതുമ്പോൾ പറക്കണതാണ് കേട്ടോ. അതൊന്നും ഇപ്പോൾ കാര്യമാക്കണ്ട. വെളിച്ചെണ്ണ ഉണ്ടോ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചതച്ച് വെച്ച ഉള്ളി മുളകൊക്കെ ഇട്ട് കൊടുക്കാം. രണ്ട് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളി. ഇനി നമുക്ക് ഇതാ കഞ്ഞിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
അപ്പോൾ കഞ്ഞിവെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം. മത്തൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അപ്പോൾ മത്തൻ്റെ ഇല താളിപ്പ് കഞ്ഞിവെള്ളത്തിൽ താളിച്ചത് കേട്ടോ. ഇവിടെ അങ്ങനെയാണ് പറയുക. നിങ്ങളൊക്കെ എങ്ങനെയാണ് പറയുക, എങ്ങനെയാണ് ഇത് വെക്കുക എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് അങ്ങനെയൊന്നും നമ്മുടെ വീഡിയോയിൽ വരുന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടുകാർ, കുടുംബക്കാർ, പിന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. പുറത്തുനിന്നൊന്നും അങ്ങനെ കമൻറ്റൊന്നും അധികം വരാറില്ല. ചില ഷോർട്സിലൊക്കെ വരാറുണ്ട്. കമൻറ്റ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ വീഡിയോ കാണുന്നുണ്ട്, അപ്പോൾ അത് അഭിപ്രായങ്ങളൊക്കെ അറിയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തോന്ന് നോക്കട്ടെ. എല്ലാം അധികം വേണ്ട ആവശ്യമില്ലല്ലോ. ചൂടാണ്. വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ് കേട്ടോ. മുരിങ്ങയില, മത്തൻ്റെ ഇല ഒക്കെ നല്ല ഇഷ്ടമാണ്. ഇവിടെ അത്ര ക്ലിയറിനേ ഉള്ളൂ. അകത്ത് പുറത്ത് മഴക്കാറൊക്കെ, ഇടയ്ക്ക് മഴ, പിന്നെ ഒരു വെയിൽ തെറിക്കും, പിന്നെ ആദ്യം വന്നിട്ട് മഴ മൂടും, മഴക്കാർ വന്ന് മൂടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ക്ലിയർ കമ്മിയാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ.